അതായത് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശപ്രകാരം കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതായത് ഈ GPS-ൻ്റെ ലൊക്കേഷൻ ലഭ്യമായ സ്ഥലത്ത് വാഹനമുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. സാറേ, നമ്മൾ ഇന്നലെ തന്നെ അവിടെ പോയി പരിശോധിച്ചല്ലോ. ഇന്നലെ നിലവിൽ ലഭിച്ച മറ്റേ ഭാഗത്ത് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഏകദേശം ഒരു 6 മീറ്റർ ഹൈറ്റിൽ മണ്ണുണ്ട്. ഏകദേശം ഒരു 500 മീറ്റർ ലെങ്ത്തിൽ ആ മണ്ണ് ഇടിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിന് നടുക്കായി വണ്ടി ഉള്ളത്. അതാണ് GPS പ്രകാരം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ GPS ലൊക്കേഷൻ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അത് അറിയുന്നത് കൊണ്ടൊക്കെ അറിയുള്ളൂ. മാറ്റമുണ്ട് പോയിന്റ് എത്താൻ. അതായത് നമ്മളിപ്പോൾ പോകുന്ന ഭാഗത്ത് നിന്ന് 100 മീറ്റർ അകലെയായിട്ടാണ് വണ്ടി. 100 മീറ്ററോളം മണ്ണ് മാറ്റിയാലേ അവിടെ എത്തുള്ളൂ. ശ്രമകരമാണ്. ഭയങ്കര ഹൈറ്റ് 6 മീറ്റർ ഹൈറ്റിൽ മണ്ണുണ്ടല്ലോ അവിടെ. അതിപ്പോൾ അവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. JCB 3 JCB വരാൻ പറഞ്ഞിട്ടുണ്ട്. 3 JCB പിന്നെ 3 ഹിറ്റാച്ചൊക്കെ വന്നിട്ട് ഇന്ന് മണ്ണ് മാറ്റുന്നൊക്കെ പറഞ്ഞത്. ഇന്ന് ഏകദേശം ഉച്ചയോടെ മിക്കവാറും കണ്ടെത്താൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നോക്കിയായിരുന്നു. കണ്ടില്ല. GPS ഇപ്പോഴും എങ്ങനെ കിട്ടുന്നുണ്ട്? ഓഫിലാണല്ലോ. ഓണർക്കല്ലേ അറിയുള്ളൂ. നമ്മളൊരു അന്വേഷണത്തിൽ എപ്പോഴും അവസാനമായിട്ട് കിട്ടിയത് സാറേ, നമ്മുടെ ഒരു അന്വേഷണത്തിൽ എപ്പോഴായിട്ട് അവസാനമായിട്ട് GPS ഇന്നലെയാണ് നാഷണൽ ഓഫിലാണുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 200 മീറ്റർ പോയി നോക്കിയാൽ പറയാമല്ലോ. ഇനി അതിന് ശേഷം എത്ര മണ്ണ് മാറ്റി നമുക്കറിയില്ല. മാറ്റണം. മണ്ണ് കുറച്ച് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടിഞ്ഞുണ്ട്. അത് അറിയില്ല. അത് വ്യക്തമല്ല. അത് പോയി നോക്കിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓഫായിരിക്കും. കുറവായിരിക്കും. സാർ, ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ കാരണം ലാസ്റ്റ് ഇന്നലെ GPS കിട്ടിയല്ലോ. ഈ GPS ലഭ്യമാകാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? GPS വണ്ടി സ്റ്റാർട്ടാവണം. സ്റ്റാർട്ടായാൽ മാത്രമല്ലേ GPS ഓണാവുള്ളൂ. സ്റ്റാർട്ടായാൽ മാത്രമല്ലേ വണ്ടി GPS വർക്ക് ചെയ്യുള്ളൂ. മണ്ണുണ്ട്. അതായത് ഇന്നലെ ഈ GPS കിട്ടിയ സമയത്ത് വണ്ടി ഓണായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ. ബാക്കി വന്നിട്ട് പറയാം.